മണി ഓ മണിയെ ഒരു ചായ ഇതാ കൊണ്ടുവരണം. എത്ര പെട്ടെന്ന് എടുത്താ? റെഡിമെയ്ഡ് ചായ ഉണ്ടാക്കി വെച്ചേക്കായിരുന്നു. എന്ത് ലേറ്റ് ആയേ? അവിടെ തീരണ്ടേ പണി. പിന്നെ അമ്മ വല്ലതും പറഞ്ഞ? അമ്മയോട് ഞാൻ ചോദിച്ചു, ഒന്നും പറയണില്ല. നീ ചിന്നുവിന്റെ അടുത്ത് ചോദിച്ചോ? അവക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടെ, എന്തോന്നാണ് കാര്യം എന്ന് അവക്ക് അറിയില്ല. കുറെ പ്രാവശ്യം ചോദിച്ചു. എനിക്കാണെങ്കിൽ മണി ഓഫീസിൽ ഇരുന്ന് ഈ ഒരു കാര്യം തന്നെയായിരുന്നു ചിന്ത. ഒരു കാര്യം ചെയ്യും, അമ്മയടുത്ത് പോയി ചോദിച്ചു എന്തോന്നാണ് കാര്യം എന്ന്. ഞാനേ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട്. കുളിക്കൊന്നും വേണ്ട, പോയി ചോദിക്കേ. ചില്ലേ ചോദിക്കാം. അതെ അമ്മ, എന്തായാലും അമ്മ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും. എന്തിന് കരുതിയിരുന്നു? എന്തൊന്നുണ്ട് കാര്യം? ചില കാര്യങ്ങളൊക്കെ ഞാൻ മണത്തറിയുന്നുണ്ട്. ഒരു കാര്യം പറ തെളിച്ച്. കാര്യമൊക്കെ പിന്നെ അമ്മയ്ക്ക് മനസ്സിലായിക്കോളും. എന്നാൽ അമ്മ ധൈര്യം കൈവിടരുത്. അമ്മ എനിക്ക് ഒരു ഭാരം വെക്കൂല. അമ്മയ്ക്ക് എന്നോട് സ്നേഹമാണേ. വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കില്ലേ. ഇനിയിപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചാൽ മതിയല്ലോ. അയ്യോ, ആ എല്ലാം വെറും അമ്മയുടെ തോന്നൽ മാത്രം. ഓടി ഓടുന്നു. അമ്മ അമ്മ ഉറക്കമാണോ? ഏയ് ഉറക്കമൊന്നും അല്ലടേ. എന്തമ്മ വയ്യ അമ്മയ്ക്ക്? വയ്യാഴിയൊന്നുമില്ല, ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചപ്പോ അങ്ങനെ മയങ്ങിപ്പോയി. നീ വന്നിട്ട് കുറെ നേരം ആയോ? ഞാൻ വന്നപ്പോ അമ്മ നല്ല ഉറക്കം. പിന്നെ വന്ന് ശല്യം ചെയ്യണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ അകത്ത് പോയതാ. അമ്മ എന്റെ അടുത്ത് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തമ്മ? അതൊന്നുമല്ല. അതെന്ന് വെച്ചാല് നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ മോനെ രാമനുണ്ണി നിനക്ക് അറിയത്തില്ലേ? പിന്നെ ഉണ്ണിയാവന്റെ മോൻ അവൻ ഗൾഫിലല്ലേ, കുറെ നാളായില്ലേ പോയിട്ട്, ഒരു വിവരമില്ലല്ലോ. അതേന്നേ, ഉണ്ണി ഇനി അവിടെ ഉള്ള ആൾക്കാരോടൊക്കെ അന്വേഷിച്ചു, എന്നിട്ട് ഒരു വിവരവും ഇല്ല. കഷ്ടം തന്നെ. അവൻ ഇങ്ങനെ ഈ വാശിയൊക്കെ കാണിച്ച് നാട് വിട്ടു പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അതെ, ഉണ്ണിക്കും അത് വലിയ വിഷമമുണ്ട്. ഒറ്റ മോനല്ലേ ഈ ഉണ്ണിയാവനെ. ഇപ്പോഴും ഇതൊക്കെ തന്നെ? അതൊക്കെ ഉണ്ട്. അതൊക്കെ വലിയ കാര്യമാണ്. അല്ല, നമ്മളോട് ഇപ്പോഴും മാമന് ഗർവ് തന്നെ. അവൻ എന്നോട് ഗർവ് കാണിച്ചാലും എനിക്ക് അവനോട് ഗർവ് കാണിക്കാൻ പറ്റുമോ? രക്തബന്ധമല്ലേ? ബന്ധം. പിന്നെ രാമനുണ്ണി 2 ദിവസം മുമ്പ് നാട്ടിൽ വന്നു. അവൻ എന്നെ കാണാൻ വന്നു. അവൻ ചിന്നുനെ കേട്ടാ? ഇല്ലില്ല, അവള് ജോലിക്ക് പോയിരുന്നു. അവ അമ്മയെ കാണാൻ വന്നോ? അതായത് പണ്ട് നമ്മൾ ഇവളുടെ കല്യാണം ഉറപ്പിച്ചിരുന്ന സമയത്ത് അവന് പ്രായമായില്ല, അവന് ജോലിയില്ല, അന്ന് നമ്മുടെ ബന്ധു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേണ്ടാന്ന് വെച്ചതല്ലേ. പക്ഷെ അവനിപ്പോ ചിന്നുവിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ അവൻ പറയുമായിരുന്നു, നീ എന്ത് ഉണ്ടായാലും കുഴപ്പമില്ല, ഞാൻ ചിന്നുവിനെ കല്യാണം കഴിച്ചോളാം. എന്നിട്ട് അമ്മ എന്തൊരു പറഞ്ഞു? ഞാൻ പറഞ്ഞു, ഞാൻ നിന്നോട് ആലോചിക്കട്ടെ. അതൊന്നും ശരിയാവില്ല അമ്മ. എന്താ ശരിയാവാത്തെ? അമ്മ ഒന്നാമത് ഈ ബന്ധുക്കൾ, ഈ രക്തബന്ധം ഒന്നും ശരിയാവൂല. പിന്നെ ഇവളെ കെട്ടിക്കാനാണെങ്കിൽ നാട്ടിൽ വേറെ എത്രയോ നല്ല ചെറുക്കന്മാരുണ്ട്. അയ്യടാ, എന്നാ പിന്നെ നീ എന്താടാ കെട്ടിക്കാഞ്ഞേ? അമ്മ അതിനെ അവള് സമ്മതിക്കുവോ? അവള് സമ്മതിക്കുവോ? നീ അവളോട് ഈ കാര്യം സംസാരിക്കും. അവളുടെ മനസ്സെനിക്കറിയാം, അവളിത് സമ്മതിക്കും. അമ്മ അത് ശരിയാവില്ല അമ്മ. എന്താ ശരിയാവാത്തെ? അത് വേറെയും കാര്യങ്ങളുണ്ട്, വേറെയും പ്രശ്നങ്ങളുണ്ട്. വേണ്ട, ഇത് വേണ്ടമ്മ, ശരിയാവൂല. അത് എന്താ ശരിയാവാത്തെ? എടാ, പെണ്ണിന് പ്രായം കൂടി വരിക, അറിയാവോ? പിന്നെ എനിക്കും പ്രായമേ വരുക. അതിനുമുമ്പ് എന്റെ കാലം കഴിയുന്നതിന് മുമ്പ് അവളെ ആരെങ്കിലും ഒന്ന് പിടിച്ചേൽപ്പിക്കണം. അത് അവക്ക് ഇഷ്ടമുള്ള ഒരുത്തനായാൽ എന്താടാ കുഴപ്പം? എന്തായിരുന്നാലും ഇത് ശരിയാവൂലമ്മ, അത് വേണ്ട. നാളെ അവൻ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ടോ? ദേ, നീ എന്റെ മൂത്ത മാനായതുകൊണ്ടാണ് ഞാൻ നിന്നോട് ആലോചിച്ചത്. നീ ഇനി എന്ത് എതിർപ്പ് പറഞ്ഞാലും ഞാൻ ഈ കല്യാണം നടത്തും. അമ്മ, ഞാൻ ഒരു കാര്യം പറയാം. ഞാനേ അവളുടെ ഒരേ ഒരു ആങ്ങളെയാണ്. ഞാൻ ഇത് സമ്മതിക്കില്ല. നീ സമ്മതിക്കണ്ടടാ, ഞാനിത് നടത്തും. കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് വ്യക്തമല്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ഈ കല്യാണം ഞാൻ നടത്തും. അമ്മ ധൃതി പിടിക്കല്ലേ അമ്മ, എനിക്കൊന്ന് ആലോചിക്കണം. എന്തോന്ന് ആലോചിക്കാനാ? അവരായിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ, പിന്നെ എന്തോന്ന് ആലോചിക്കാനാ? അതല്ല അമ്മ, വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് കാര്യം? ഞാൻ പിന്നെ പറയാം. അമ്മ ധൃതി പിടിക്കണ്ട അമ്മ. എനിക്കൊന്നും അറിയണ്ട, ഞാനിത് നടത്തും. അമ്മ കേൾക്കുന്നുണ്ടോ? ഒന്നും കേൾക്കുന്നില്ല. വ്യക്തമായിട്ട് അറിയണമെങ്കിലേ എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞു തരാം. അല്ല, നീയൊക്കെ എന്തിനാ ഇവിടെ ഒളിച്ചെന്ന് എന്ത് ചെയ്യായിരുന്നു? അയ്യോ, അത് അച്ഛമ്മ വലിയൊരു 8 കാലി. അവിടെ ഇത്ര വലിപ്പം വരും. അത് അത്ര വലിപ്പം വരുന്നത്. അല്ല, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ? നിന്നോടെ ചോദിച്ചേ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ ഇങ്ങനെ നടക്കായിരുന്നേ. ഇവരിവിടെ ഇങ്ങനെ നിക്കുന്നമ്മ. അപ്പൊ എന്താന്ന് അറിയാൻ വേണ്ടി ഞാൻ നിന്നേ ഉള്ളൂ. അല്ല, ഞാൻ എന്തിനാ ഇവിടെ?
അയ്യോ അച്ഛമ്മ പച്ചക്കള്ളം. ഈ അപ്പച്ചിയാണ് ഞങ്ങളെയും കൂടി വിളിച്ചിട്ട് നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്, വാ നമുക്ക് കേൾക്കാം എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുപോകും. അതെയോ? എന്നിട്ട് കേട്ടോ? എന്താന്ന് പറഞ്ഞേ? എന്താ പറഞ്ഞെന്ന് നിന്റെ അച്ഛനോട് ചോദിക്ക്, പറഞ്ഞേരും. ഓക്കെ അച്ഛമ്മ. അച്ഛാ രവിയണ്ണ, അച്ഛാ എവിടെ ശബ്ദം കേൾക്കണം? ബാത്റൂമിലായിരിക്കും. എന്തായിരിക്കും എന്തായിരിക്കും? അച്ഛൻ വന്നിരുന്നു, എനിക്ക് അറിയായിരുന്നു. എന്തോന്ന്? അച്ഛാ, അച്ഛമ്മയില്ലേ, അച്ഛമ്മ നേരത്തെ പറഞ്ഞ കാര്യം എന്തോന്ന്? അച്ഛാ സസ്പെൻസ് തരാതെ കാര്യം പറ അച്ഛാ, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാരും ടെൻഷൻ അടിച്ച് ചാവും. അതെ, എനിക്ക് എല്ലാ കാര്യവും നിങ്ങളോട് പറയാൻ പറ്റുമോ? ഞങ്ങൾ അമ്മയും മോനും ആകുമ്പോ പല കാര്യങ്ങളും പറഞ്ഞു തന്നിരിക്കും. കളിക്കാതെ കാര്യം പറ അച്ഛാ. വിട്, കളിക്കാതെ കാര്യം പറ കൊച്ചേ. എനിക്ക് ദേഷ്യം വന്നിരിക്കുകയാണ്, മനസ്സിലായോ? എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ പിടിച്ചാൽ കിട്ടൂല. മക്കളെ നമുക്ക് പോവാം. അല്ല, അവര് അമ്മയും മോനും തമ്മിലുള്ള കുടുംബകാര്യങ്ങളൊക്കെ അറിയാൻ നമ്മൾ ആര്? ഇറങ്ങ്, എല്ലാം ഇറങ്ങ്. അല്ലെങ്കിൽ ഈ മുറിയിൽ ഭയങ്കര ശ്വാസം മുട്ടില്ല. പോ, അല്ലേ അണ്ണാ? അതെ, ഇവിടെ ആരും നിൽക്കണ്ട. എത്ര ശ്രമിച്ചാലും എന്റെ വായിന്ന് ഒരു കാര്യം ആരും ഇവിടെ അറിയാൻ പോണില്ല. എല്ലാരും പോ. അല്ല വേണ്ട, ഞാൻ പോവാം. ഇരുന്നോ. ഇത് അത് തന്നെ. ഏത്? എന്ത്? അതെ, അച്ഛനെ ചിലപ്പോ അപ്പച്ചിയല്ല അച്ഛമ്മ അമ്മയെ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിച്ച് കാണും. പോണേ അവിടുന്ന്. പിന്നെ എന്നെ ഉപേക്ഷിക്കാൻ? എടി, ഇത് വല്ല നിസ്സാര കാര്യമായിരിക്കും. അമ്പലത്തിൽ വിളക്ക് കത്തിക്കുന്നതാ, റേഷൻ കാർഡിൽ പേര് പുതുക്കുന്നതാ, അങ്ങനെ എന്തെങ്കിലും കാര്യമായിരിക്കും. അല്ലെങ്കിൽ ഇത്രയും നിസ്സാര കാര്യമൊന്നും അറിയാനുള്ള ഇൻട്രസ്റ്റ് എനിക്കും ഇല്ല. കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും. നിനക്കും കിട്ടിയില്ലല്ലോ. മുന്തിരിങ്ങ കിട്ടിയ? ഓ വാടി, പോ, എന്നിട്ട് പോ. നീ പോടി. ഇവളോടുണ്ടല്ലോ ഞാൻ പറഞ്ഞു കൊടുക്കൂല, വിഷയം അറിഞ്ഞാലും. അമ്മ വാ, നമുക്ക് പോവാം. ചോദിച്ചോ. എന്നാ പിന്നെ ഞാനും പോവാം. എന്താണോ എന്തോ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.